Good morning. Welcome to day 27. സമയം 8:45. ഞങ്ങളൊരു 9:30 10 ആകുമ്പോൾ ഇറങ്ങണം വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ലേറ്റായിട്ട് വന്നു വെച്ചെങ്കിലും വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചു. ഞാൻ ഇപ്പം അത് അപ്ലോഡ് ചെയ്തു. കാരണം ഇന്ന് പകൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ 100 days ചാലഞ്ച് ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ് സോറോ. ഗുഡ് മോർണിംഗ് റൂഫി. എന്ത് റെസ്പെക്റ്റാ മമ്മീൻ്റെ അടുത്ത്. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇരുന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇനി എന്ത് വേണ്ട എൻ്റെ കുട്ടികൾക്ക്? ഡാഡി എവിടെ? ടോയ്ലറ്റ് പോയാ? ശരി, നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വേഗം ലൈറ്റായി എന്തെങ്കിലും കഴിച്ചിട്ട് മൊമോൻ്റെ വീട്ടിൽ പോയിരിക്കണം കേട്ടാ. ഇന്ന് നിങ്ങൾ രണ്ടാളും മൊമോൻ്റെ വീട്ടിലാണ്. വൈകുന്നേരം മമ്മി ഡാഡി തിരിച്ചു വരുമ്പോൾ രണ്ടാളിനെയും പിക്ക് ചെയ്യാം കേട്ടാ. സോറോ, നീ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടാ. മൊമോൻ്റെ വീട്ടില് കുറുമ്പ് കാണിക്കാൻ പാടില്ല, ബൗ 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 പറയാനേ പാടില്ല. റൂഫി, നീയാണ് പീസ് മേക്കർ ഇവരുടെ രണ്ടാളുടെ ഇടയിലുള്ള, കേട്ടല്ലോ. ഗുഡ് മോർണിംഗ് സുഖി. ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യണ്ട്? പാൽ തിളപ്പിക്കാം. കൂടെ നമ്മുടെ വ്ളോഗ് നോക്കുന്നുണ്ട്. ഇതിന് ഓഫ് ചെയ്ത് നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും വരില്ല. ഞാനപ്പോ ഇത് കുടിക്കട്ടെ. പിന്നെ സുഖിത പാല് കാച്ചുണ്ട്. ഇന്ന് എന്തെങ്കിലും മ്യൂസ്ലി പോലെ എന്തെങ്കിലും ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം റെഡി ആയിട്ട്. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് എന്താണ് റൂഫി? ഫ്ലാക്സ് സീഡ് വാട്ടർ. റൂഫിക്ക് എന്താ വേണ്ടി കഴിക്കാന്? സോ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇത് മറ്റേ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് മ്യൂസ്ലി ഇല്ലേ, അതിൽ ഞാൻ ഒരു ഇച്ചിരി ഓട്സ് ഇട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ് ഗൈസ്, സ്റ്റാർട്ട് ആവുകയാണ്. വിഷസ് ലക്ക്. നല്ല ഡ്രസ്സൊക്കെ കിട്ടണേ, ഉച്ചക്ക് നല്ല ലഞ്ച് കഴിക്കാൻ പറ്റണേ. ഡ്രസ് എന്താ നല്ലത് കിട്ടൂലേ? കിട്ടും. നല്ല ഡ്രസ്, നല്ല ഫുഡ്, ഹാപ്പി പീപ്പിൾ ആയിട്ട് ഞങ്ങക്ക് തിരിച്ചു വരണം. പിന്നെ നമുക്ക് ഇന്ന് ഫിഫ ഫിനാലെ കാണാൻ പോണ്ടേ, അതിന് പോണം വന്നിട്ട്. അപ്പൊ ഇന്ന് ഇറ്റ്സ് ഗോണ ബി എ ലോങ് ഡേ. ഇറ്റ്സ് സ്റ്റിൽ ടുമോറോ. ഇന്നത്തെ ദിവസം തീരാ നാളെ 3-4 മണിക്കാണ്. അപ്പൊ വി ആർ ഓൾ സെറ്റ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോണു. ഇപ്പൊ നമ്മൾ പോണത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇറ്റ്സ് ഗോണ ബി 1.5 hour, റൈറ്റ്? Or 2 hours? 1.5 hours. 1.5 hours. Okay. Sunday അല്ല, ട്രാഫിക് ഉണ്ടാവില്ലേ? ആരും എണിച്ചിട്ടുണ്ടാവില്ല. എത്ര 11 മണിയായി. 11 മണിക്ക് ആരും എണിച്ചിട്ടുണ്ടാവില്ല. വാളെത്തി, മടിവാളെത്തി. അയ്യോ, കൊറേ നൊസ്റ്റാൾജി ഉള്ള സ്ഥലം. കോറമംഗല, മടിവാള, ഫോറം മോൾ, നൗ നെക്സസ് അല്ലേ? ഇതേതായിരുന്നു? സെന്റ് ജോൺസ് അല്ലേ? സെന്റ് ജോൺസിൽ ഞാനില്ലേ ബാംഗ്ലൂർ വന്നത് ഞാന് 2015 ഞാൻ കൊടുത്ത ഫസ്റ്റ് ഡേ. സോറി ബൈ ദ വേ ഫോർ ദ ലാംഗ്വേജ്. ഇവിടെ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓട്ടുന്നുണ്ട്. അയ്യോ, ഇത് ബാംഗ്ലൂർ തന്നെ അല്ലേ? അപ്പൊ ഞാൻ ബാംഗ്ലൂർ 2015 ജാനുവരിയിൽ എന്തോണ് വന്നത്. വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തത് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലായിരുന്നു ഫോർ ബയോമെഡിക്കൽ എഞ്ചിനീയർ. അവിടെ ജോലി കിട്ടി എനിക്ക്, പക്ഷെ സാലറി ഭയങ്കര കുറവാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഐ നീഡ് ടു സ്റ്റേ ഇൻ ദെയർ ഹോസ്റ്റൽ. അവരുടെ നഴ്സുമാരൊക്കെ താമസിക്കണ സെയിം അക്കോമഡേഷനിൽ നിൽക്കണം, അത് മാൻഡേറ്ററിയാ പറഞ്ഞു. അതിൽ എനിക്ക് ഭയങ്കര ചതി മണത്തു. കാരണം ഇത് ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോഴും അവർ ഒരു തവണ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന്. അതെന്തിനാണെന്നറിയോ? അപ്പൊ നമുക്ക് 24/7 നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. നമ്മളെ അവർ എപ്പോ വേണമെങ്കിലും വിളിക്കും. ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഏതെങ്കിലും ഒരു മെഷീൻ വർക്ക് ആയില്ലെങ്കിലൊക്കെ നമ്മളെ ഉറക്കത്തിൽ വിളിച്ചിട്ട് പോകും, എപ്പോ വേണമെങ്കിലും വിളിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ എവിടെയൊക്കെ പോകണം അതിനൊക്കെ ട്രാക്ക് അവർക്ക് കിട്ടും. മീൻസ് നമ്മൾ എപ്പോ പുറത്ത് പോകണം, എപ്പോ വരുന്ന. എനിക്ക് അങ്ങനെ തന്നെ ആരും അങ്ങനെ ഹോസ്റ്റലിൽ പോലെ മോണിറ്റർ ചെയ്യാനല്ലല്ലോ ഞാൻ ജോലിക്ക് പോണത്, തിരിച്ചും കോളേജിൽ പഠിക്കാൻ പോണ പോലെ. സോ ഞാന് സെന്റ് ജോൺസിലെ ജോബ് വേണ്ടാന്ന് വെച്ചു. അവര് പിന്നെ കുറെ പ്രാവശ്യം അപ്രോച്ച് ചെയ്ത് 2000 ഒക്കെ കൂട്ടിത്തരാ സാലറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് സാലറി വേണമെങ്കിൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ആ സ്റ്റേ അങ്ങനെ അവര് പറഞ്ഞത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു. സോ ഐ റിജക്റ്റഡ് ദ ഓഫർ.
അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൺസൾട്ടൻസി ത്രൂ എനിക്ക് മിനാക്സിലൊക്കെ കിട്ടി. പക്ഷെ മിനാക്സിൽ വർക്ക് ചെയ്യുമ്പോഴേ ഞാൻ ബയോകോണിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതും ഒരു ഫാർമ മെഡിക്കൽ ഇതല്ലേ, എന്റെ ഫീൽഡിലേക്ക് കയറാ, വെറുതെ അതും ഇതും ചെയ്യണ്ട, BPO സെയിൽസ് ഒന്നും ചെയ്യണ്ട പറഞ്ഞിട്ട് ബയോകോണിൽ ഞാൻ അബദ്ധം ചെയ്തതാ സത്യത്തില്. അത് മറ്റേ ഇതായിരുന്നു, റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് റൗണ്ടിന് ഒരു 1000കണക്കിന് ആൾക്കാരുണ്ടാവും, പിന്നെ ഒരു 500, അങ്ങനെ കുറഞ്ഞു വരുന്നത്. ഞാനില്ലേ ആദ്യത്തെ എല്ലാ റൗണ്ട്സും ക്ലിയർ ചെയ്ത്, അതാണ് രസം. എല്ലാം ക്ലിയർ ചെയ്ത് ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു 5 ഒരു 4 ആളിനെ ഇരുത്തിയിട്ട് ഒരാൾ ഇന്റർവ്യൂ എടുക്കും. ഒരു റൗണ്ട് ടേബിളില് 4 പേരിനെ അങ്ങനെ ഇരുത്തും. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ആളിനെ അടുത്ത റൗണ്ടിലേക്ക് വിടും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ 1-2 റൗണ്ടേ ഉള്ളൂ, ജോലി കൺഫേമാ. ആ റൗണ്ടില് ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആവുമ്പോ സ്ഥിരം യൂസ് ചെയ്തിരുന്ന മെഷീൻസും നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാനാവട്ടെ, ചെക്ക് ചെയ്യാനാവട്ടെ ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു ഡിഫിബ് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ടാവൂലേ, പെട്ടെന്ന് ഹാർട്ട് ഇങ്ങനെ നിക്കാറാവുമ്പോ ഷോക്ക് അടിപ്പിക്കൂലെ, ഇങ്ങനെ 2 സാധനം ജെല്ലാക്കിയിട്ട് ഇങ്ങനെ വെക്കൂലേ, അതാണ് ഡീഫിബ്രിലേറ്റർ. ആ സാധനത്തിനായിരുന്നു ക്വസ്റ്റ്യൻ, ആൻസർ അതായിരുന്നു. എനിക്ക് ആ വേർഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാ സാധനമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വെക്കണ്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ അയാളോട് പറയൂ, ഇങ്ങനെ വെക്കണ സാധനം ഇങ്ങനെ വെക്കണം. ആ വേർഡ് കിട്ടാത്തതില് ആ ഒരു പോയിന്റില്, ഒരു മാർക്കില് ഞാൻ ഔട്ടായി. ഇല്ലെങ്കിൽ ഞാനായിരുന്നു സെലക്ടഡ് ആവേണ്ടത്. സെലക്ട് ആയ ആളും ഞാനും തമ്മിൽ 1 മാർക്ക് ഡിഫറൻസ് ആയിരുന്നു. ഇപ്പോഴും ഭയങ്കര അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവും. ബയോകോണില് ജോലി, ചിലപ്പോ ഇപ്പൊ ഒരു സ്വന്തമായി വീട്, സ്വന്തമായി കാറ്, സ്വന്തമായി സുഖി ഉണ്ടാവില്ല. ഇപ്പൊ സ്വന്തമായി കാറുണ്ടല്ലോ പറയാ സുഖി. അപ്പൊ വേറെ ലെവലിൽ, വേറെ ലൈനിൽ ഉണ്ടാവും ലൈഫ് ലെവലില്. അയ്യോ, എന്നാലും കോർ ഫീൽഡിൽ ചെയ്യുമ്പോ ഒരു വേറെ ഇതാണ്. ശരി, കുഴപ്പമില്ല. നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ഫീൽഡിൽ വർക്ക് ചെയ്തോണ്ട് അറിവ് കൂടിയിട്ടുണ്ട് എന്തായാലും. ഇപ്പൊ വെറും ബയോമെഡിക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ആൾക്കാരുമായിട്ട് ഇടപഴകാനൊന്നും ഞാൻ ഇത്ര എക്സ്പേർട്ട് ആവില്ലായിരുന്നു. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലും ഒക്കെ ഇരുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ നമുക്കിപ്പോ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റും. കടയ്ക്ക് സാധനം വാങ്ങാൻ പോയാല് 500ന്റെ സാധനം ഞാൻ 100-150 രൂപയ്ക്ക് വാങ്ങിയിട്ട് വരാറുണ്ട്. ഇന്നിപ്പോ അതിനാണ് പോണത്. സുഖീന്ന് എടുക്കുന്ന ഡ്രസ്സിനൊക്കെ എന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ വെക്കും. നമ്മൾ MG റോഡ് എത്തി. ഇത് ലൈവ് വീഡിയോ അല്ലാത്തത് എത്ര നന്നായില്ലേ, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയ്യോ, MG റോഡ് കൊറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അന്നൊക്കെ ഞാൻ ഫുള്ള് ബസ്സിലാ ട്രാവൽ ചെയ്യാം. കാരണം എനിക്ക് ഇവിടുത്തെ ആധാർ കാർഡ് ഉണ്ട്. അപ്പൊ എനിക്ക് ബസ് ഫ്രീ ആണ്, പൈസയെ കൊടുക്കണ്ട. അപ്പൊ നിറയെ ബസ് കയറും. AC ബസ്സിന് മാത്രം പൈസ കൊടുക്കണം. അപ്പൊ നല്ല ഹാർഡ് റോക്ക് കഫേ, ബാംഗ്ലൂർ ഐക്കോണിക് ഹാർഡ് റോക്ക് കഫേ. ഇവിടെ അല്ലേ ലോക ഷൂട്ട് ചെയ്തത്? ലോകേന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഹാർഡ് റോക്കില്. ലോക മൂവി, ലോക 2 വരുന്നുണ്ട്. ഐ എം എക്സൈറ്റഡ്. അവർ വർക്ക് തുടങ്ങി നിമിഷ് രവിയും അവർക്ക്. അപ്പൊ എന്താ പറഞ്ഞ അറിയോ, അപ്പൊ ഞാൻ അങ്ങനെ ബസ്സിൽ വരും. എന്തിനാ വെറുതെ ചർച്ച് സ്ട്രീറ്റിൽ കുറച്ച് വായി നോക്കി കറങ്ങാനും, പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കുറച്ച് വിൻഡോ ഷോപ്പിങ്ങും ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും. അപ്പൊ അന്ന് നമുക്കിവിടെ മെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് പേടിക്കാണ്ട് ഒറ്റക്കൊക്കെ വരാൻ പറ്റുന്ന സ്ഥലം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ് ഒക്കെ. അപ്പൊ ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിലും അത് വരും, കോട്ടുവായി എടുത്ത്. എനിക്കാണെങ്കിലേ രാവിലെ മുതൽ ഭയങ്കര തുമ്മല്. നോസ് സ്പ്രേ എടുക്കാം, പക്ഷെ നോസ് സ്പ്രേ എടുത്താനുള്ള പ്രശ്നം എന്താണെന്നറിയോ, പിന്നെ ഒരുമാതിരി തലക്ക് മന്തിപ്പാവും. പിന്നെ വേഗം പോയാൽ മതി പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിതാ എത്താറായി. നമ്മള് പ്ലാന് നേരെ വെസ്റ്റ് സൈഡിൽ പോയാൽ നമുക്ക് കാറ് സേഫായിട്ട് പാർക്ക് ചെയ്യാം. കാറ് പാർക്ക് ചെയ്തിട്ട് വെസ്റ്റ് സൈഡിൽ നോക്കണം, സുഗീന്റെ ഡ്രസ്സൊക്കെ നോക്കാം. എന്നിട്ട് പിന്നെ നടക്കാം. 2 പേരും ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്, കാരണം നടക്കാൻ റെഡി ആയിട്ട്. അതാണ് പ്ലാൻ. അധികം വെയിലൊന്നും ഇല്ല അല്ലേ, പക്ഷെ നല്ല തിരക്കുണ്ട്. ശ്രദ്ധിച്ചാ, സൺഡേ അല്ലേ? ഏത് ഇത് മുന്നേ ഉണ്ടായിരുന്നല്ലേ?
അതിലുള്ള കട ഒഴിവായി പോയി. അതിലുണ്ടായിരുന്നു, അതിലെ കട ഒഴിവായി പോയിട്ട് ഇപ്പൊ പുതിയ കടകൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇതാ വിത്തൗട്ട് ഷുഗർ. ഇവരുടെ കോഫി അടിപൊളി. അതുപോലെ ഇവരുടെ ഉഴുന്നുവട നല്ല ടേസ്റ്റ്. ഉഴുന്നുവട സുഗീന് ഡ്രസ് എടുക്കാൻ ഇതൊന്നും വേണ്ട. സുഖി എന്തെങ്കിലും ഇഷ്ടായ? സുഖിക്ക് മാന്യവറിൽ ഇഷ്ടായില്ല. ഇതെന്തായിരുന്നു, ഫാഷൻ ഷോപ്പ് FS, അവിടെ ഇഷ്ടായില്ല. അത് കല്യാണത്തിന്റെ അന്ന് നീ അതന്നെയല്ല എന്തായാലോ. ഇത് തലേദിവസം കോക്ടെയിൽ പാർട്ടിക്കാണ്, അതിന് തീം മാച്ച് ആകണ്ടേ. അതിനെങ്ങനെ നീ മുണ്ടുടുക്കുന്നുണ്ട്? കുർത്ത പറയില്ലെങ്കിൽ കുറച്ച് പാർട്ടി വെയർ ഷർട്ട് എടുത്താലും മതി. ആ പിന്നെ മറ്റേ എന്താ പറയാ, കുർത്ത നമുക്ക് ഇനി സ്മൃതിന്റെ സന്തോഷിന്റെയും ഒക്കെ കല്യാണം വരുമ്പോ അപ്പെടുക്ക. അല്ലേ? ഇൻസേർട്ട് ചെയ്തിട്ട് ആ പാന്റ് എടുത്തിട്ട് പോയില്ലേ? പാന്റ് കൂടെ ഇട്ടിട്ട് മൊത്തം സെറ്റായിട്ട് കാണിക്കായിരുന്നു. ഫ്രണ്ട് കളറാ. ഈ സ്ഥലം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇസെഡ് കഫേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോഗന്റെ ലൊക്കേഷൻ. അതുപോലെ ഈ ഇസെഡ് കഫേയിലും സെഡ് ബേക്കറിലും ലോഗന്റെ എടുത്തിട്ടുണ്ട്. ഏത് സീനാന്നും കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കല്യാണി വർക്ക് ചെയ്യാൻ വരുന്ന ഹോട്ടലായിട്ട്. ഇത് ചേർച്ച് സ്ട്രീറ്റിലെ സോഷ്യൽ. ഇവിടെ നല്ല ജാം ആയിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോ പാരഗണില് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. 1 മണിക്ക് വരാ പറഞ്ഞ ഞങ്ങളായിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നാല് തിരിച്ചു പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പൊ സുഗിന്റെ ഡ്രസ്സ് എന്തായാലും അവിടെ കിട്ടിയില്ല. എനിക്ക് വേണ്ട ജ്വൽസും എന്റെ ഡ്രസ്സൊക്കെ എടുത്തു അവിടെ. ഇനി അവിടെ ക്യാമറ അലൗഡ് ആയിരുന്നില്ല കേട്ടോ, അങ്ങനെ വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് എനിക്ക് എന്റെ ഡ്രസ്സൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പൊ കാണിക്കൂല, സർപ്രൈസ് കല്യാണത്തിന് കണ്ടാൽ മതി. ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ഇതാ പാരഗണിൽ വന്നിട്ടുണ്ട്. കാണാനുണ്ടോ പാരഗണിന്റെ ബോർഡ്? കാണാനുണ്ട്. യെസ്, പാരഗണിൽ കഴിക്കാൻ വന്നേക്ക്. ക്യൂ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. സുഖി, നമ്മൾ പാരഗണിൽ കഴിക്കാൻ പോയിട്ട് എന്തായി? 1.5 മണിക്കൂർ വെയിറ്റിംഗ്. 2 സീറ്റ് കിട്ടണമെങ്കിൽ 1.5 മണിക്കൂർ വെയിറ്റിംഗ് അത്രേ. അപ്പൊ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിക്കാനുള്ളതൊന്നുമില്ല പറഞ്ഞിട്ട് ഇന്ന് കൊറിയൻ ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു. വാ, ഇതിലല്ലേ? സുഗീന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ എല്ലാ വീഡിയോയിലും എന്റെ മോന്തയും കാണിക്കും. ഇത് അതിന്റെ മോന്ത കാണിക്കണം. സോ നമ്മളിതാ കൊറിയൻ റെസ്റ്റോറന്റിൽ വന്നു. അവിടെ കണ്ടോ നിങ്ങള്? അവിടെ നല്ല തിരക്കാ. അത് പാരഗണിന്റെ ഫ്രണ്ടാണ് കാണുന്നത്. കാണാനുണ്ടോ? അവിടെ സ്നാക്സ് കഴിക്കാനും ആൾക്കാർ, ഫുഡ് കഴിക്കാനും ആൾക്കാർ. അപ്പം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കൊറിയൻ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല വിശക്കുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കിംചി രാമൻ അല്ലേ? കിംചി രാമൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറേ നാളായി കഴിച്ചിട്ട്. ബില്ല് കാണിക്കാം. ഇവിടെ പ്രൈസ്. വേറൊരു കാര്യം അറിയോ സുഖി? നമ്മൾ 50% പൈസ സേവ് ചെയ്ത് ഇവിടെ. ഇതിന് പകരം നമ്മളിപ്പോ പാരഗണിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബില്ല് മിനിമം 1500 വരും. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഡബിൾ പൈസയും കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഞങ്ങൾ ഇതാ വെറും 636 ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ,
ഫുഡ് വന്നിട്ട് കാണിക്കാവേ. ഫുഡ് വന്നല്ലോ. റമ്യൂൺ ആൻഡ് കൊറിയൻ ചിക്കൻ. ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കിംച്ചിയാണ് കേട്ടോ. കിംച്ചി കൊള്ളട. നമ്മൾ ഇതിന്റെ മുന്നേ കഴിച്ചില്ലേ? അപ്പൊ അതൊന്നും രാമനെ അല്ല. ഒരു ഫിഷ് ഇതിൻ്റെ ഉള്ളിൽ പോകില്ല. ഈ നൂഡിൽസ് കൂട്ടിട്ട് കഴിക്കും. നമ്മൾ ചിക്കൻ അല്ലേ പറഞ്ഞത്? ദിസ് ഈസ് ബാർബിക്യൂ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ. ഇതിൽ ഗ്രിൽഡ് ചിക്കൻ എടി അടുത്തത് ഇത് കഴിച്ച് പറയടി. തിന്നിട്ടേ എനിക്ക് വിശക്കുണ്ട്. നമുക്ക് ഒന്നും വേഗം ചെയ്യില്ല. ഓ ഇത് ഇത് കാണിക്കണ്ടോ? ഇതില് നമ്മള് ഇതിനെന്താ പറയാ? ഹാഫ് ആൻഡ് ഹാഫില് ഒന്ന് ഹണി ഗ്ലേസും ഇന്നൊന്ന് സ്പൈസിയും അതാണ് എടുത്തുള്ളത്. പക്ഷെ അതിന് അവരൊരു പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് ഹണി ഗ്ലേസ്ഡ് ആണ്. അത് സ്പൈസി. നല്ല എരിയുണ്ട്. ശരി, നീ കഴിച്ചു. അങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു ഗൈസ്. സുഖി ഇതാ ലാസ്റ്റ് പാത്രത്തിൽ നിന്ന് മോന്തി കുടിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് അത് കഴിക്കുക, അത് വേറെ കാര്യം. കുറേ സൂപ്പ് ലാസ്റ്റ് ഉണ്ടാവും. അത് ഫുൾ മാഗും കുടിച്ചിട്ട് ലാസ്റ്റിൽ നൂഡിൽസ് എടുത്ത് കഴിക്കുക. നമ്മൾ ആദ്യം വിചാരിച്ച് സുഖി ഇത് ഒരെണ്ണം തികയൂലെന്നല്ലേ. ഞാൻ വിചാരിച്ചത് തികയൂല, പുറത്ത് പോയി വല്ല ചായയും കടിയൊക്കെ കഴിക്കാന്ന്. പക്ഷെ എനിക്ക് തികട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി ഫുള്ള് നീ കഴിക്ക് പ്ലീസ് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക ഞാൻ. എന്താ വൈബ് ഇതാ. തിരിച്ചും തിരക്ക് ഭയങ്കര കൂടിയിട്ടാ നമുക്ക്. കാരണം ഇപ്പം ലഞ്ച് ടൈം കഴിഞ്ഞ് എല്ലാവരും പുറത്ത് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഷോപ്പിംഗ് കുറേ ബാക്കിയാ. സുഖിൻ്റെ ഷോപ്പിംഗ് ഉണ്ട് ബാക്കി. വേഗം പോയി അത് തീർക്കണം. ഇപ്പം സമയം 4 മണിയായി സമയം. വേഗം തീർത്തിട്ട് വീട്ടിൽ പോകണം. കാരണം ഇന്ന് 9:30-10 മണിക്കെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഫുട്ബോൾ കാണാൻ വേണ്ടി പോവാണ് സ്ഥലത്തേക്ക്. എന്താ വാങ്ങിയത്? പോസ്റ്റ്. അവന്റെ വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി LPയിൽ തന്നെ എത്തി. കാരണം സുഖിക്ക് എപ്പോഴും LPയിലെ ഷർട്ട്സിൻ്റെ ഫിറ്റ് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾ വിചാരിച്ച് വെറുതെ അവിടെ ഇവിടെ അലഞ്ഞ് സമയം കളയാണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് തന്നെ വന്ന് എടുക്കുക പറഞ്ഞിട്ട് വി റീച്ച്ഡ് LP. തിരി ഹാപ്പി ബോയ് നോക്ക്. ഹാപ്പി ആയാ? വന്നപ്പോഴേക്കാളും തിരക്കായില്ലേ സുഖി? പൂരപ്പറമ്പ്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് ശ്വാസം കിട്ടില്ല. നിറയെ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നിട്ട് എനിക്ക് ശ്വാസം കിട്ടില്ല. അയ്യോ പോയാ മതിയെന്നായി. ഇതാ ഇവിടെ ലെഫ്റ്റ്. ഓ മാൻ സെക്സി. എന്നീ ആൾ കണ്ടു. ലംബോ മറ്റേ ശംഭോ പറയണ പോലെ ലംബോ. യെല്ലോ ലംബോർഗിനി. ഞങ്ങളിവിടെ പാരഗണ്ട് താഴെ പാരഗണ്ട് തന്നെ കഫേ കാലിക്കറ്റിൽ ചായ കുടിക്കാൻ വന്നത്.
കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുത്തിട്ട് പോയാൽ മതി. കട്ട്ലേറ്റ് ഞാൻ പാതി തിന്നു, പാതിയല്ല കാൽഭാഗം തിന്നു. സുഖി ചായ ലൈറ്റ് ആക്കാൻ പോയതാ, ഭയങ്കര സ്ട്രോങ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാണോ? അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് MG റോഡിനോട് വിട പറയുകയാണ്. വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിയെന്നറിയോ? ഐ തിങ്ക് 10:30 10:45 ആവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ കറക്റ്റ് 6:11 ഞങ്ങൾ MG റോഡിനോട് ടാറ്റാ ബൈ ബൈ പറയാ. ഇനിയും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഫുൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞില്ല, പക്ഷെ മെജോറിറ്റി മെയിൻ സാധനങ്ങൾ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് കൊടുക്കണം എനിക്ക്. പിന്നെന്താ, പിന്നെ 1-2 ചെറിയ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് ഇനി വരുന്ന വീക്കെൻഡ്സിലൊക്കെ വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. യെസ്. ഇപ്പൊ ടയർഡായി. അവിടെ നടന്നിട്ട് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ടയർഡ്നെസ് പറഞ്ഞില്ല. പക്ഷെ സുഖി അറിയാൻ തുടങ്ങി. അത് ഞാൻ 11,846. ഗുഡ്. ഇന്ന് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനി തിരിച്ചു പോകാം. ഇനി കുറച്ച് കാലറി ഒക്കെ ആകാന്ന്. എന്തായാലും ഇന്ന് രാത്രി എന്തെങ്കിലും ഒക്കെ കഴിക്കും. ശരി, അപ്പൊ ഓക്കെ. ഇനി ഞങ്ങൾ പോയി അടുത്ത സംഭവം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. നല്ല ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന സ്ഥലം മോൾട്ടൺ മേസ്. പക്ഷെ ഇത് കേറാനുള്ള ക്യൂ ആണ്. ഇതാണ് കേട്ടോ സ്ഥലം. താഴെ ഇരിക്കാറുന്നില്ലേ സുഖി? താഴെ ഇരിക്കാം. ഇവിടെ ഒക്കെ ഓൾറെഡി ആൾക്കാർ വന്നിട്ട് ഫുള്ളായി, ഒന്നും കാണാനില്ല. ഇത്ര പ്രതീക്ഷിച്ചില്ല. അയ്യോ, നിറയെ ആൾക്കാർ. അയ്യോ, എന്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ? Hey Butti, welcome to Ooty. Nice to meet you. So today Butti also joined us for the finals. It was an unfortunate Unfortunate? Unplanned. Unfortunate പറഞ്ഞ് ഇപ്പൊ എടുത്ത് പുറത്തെറിയും. നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട എനിക്ക് ഇങ്ങനെ ഇതുണ്ട്. Camera ഉണ്ട്. Okay. Unplanned one, but it is very. He joined last minute. Yeah, he was like, I also want to watch football. അപ്പൊ ഞങ്ങൾ പറഞ്ഞു join us. എടാ മസാല പാപ്പട് പറയും, നന്നായിണ്ടാവും. Okay. Unplanned, but we are very glad that I joined. Yes. From very long time we are Meeting. Yeah. Ronaldo. CR7 fans. So these people are supporting Spain today. അതന്നെ നമ്മൾ കുറേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം നമുക്ക് Good try. ഇവിടെ മെജോറിറ്റി ഉണ്ടായിരുന്നത് അർജന്റീന ഫാൻസ് ആണ്. നല്ല ആംബിയൻസ്.